രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആസ്ഥാനത്ത് അരങ്ങേറിയത് സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ നാടകീയതയാണ്. ജനാധിപത്യപരമായ ഒരു പ്രതിരോധമായിരുന്നു അത്. പതാക ഉയർത്തിയ തൊട്ടു പിന്നാലെ ഭരണഘടനാപരമായ ദേശീയഗാനം ജനഗണമന ആലപിക്കാൻ മേയറുടെ നേതൃത്വത്തിലുള്ള LDF കൗൺസിലർമാർ ഒരുങ്ങിയ അതേ നിമിഷം തന്നെ BJP കൗൺസിലർമാർ വന്ദേമാതരം ഉറക്കെ പാടാൻ തുടങ്ങി. ഒരേ വേദിയിൽ ഒരു സമയത്ത് ദേശീയഗാനവും മറുവശത്ത് വന്ദേമാതരവും ഒരേ സമയം മുഴങ്ങിയതോടെ കാണികളും ഉദ്യോഗസ്ഥരും ഒരു നിമിഷം അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ BJPയുടെ ഈ നീക്കത്തിന് മുന്നിൽ പതറാതെ ജനഗണമനയുടെ ഉറച്ച ശബ്ദത്തിൽ വന്ദേമാതരത്തെ മറികടന്ന് ദേശീയഗാനം പൂർണ്ണമായി പാടിത്തീർത്ത് മേയറും കൂട്ടരും ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. BJPയുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന കേരളത്തിൻ്റെ ഉറച്ച നിലപാടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ കണ്ടത്. കേവലം രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളെ ജനാധിപത്യത്തിൻ്റെ ഉറച്ച ശബ്ദത്തിൽ ചെറുത്തു തോൽപ്പിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഔദ്യോഗിക ചടങ്ങുകളിലും സർവപ്രധാനമായി നിൽക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച ജനഗണമന എന്ന ദേശീയഗാനമാണ്. അതിനു പകരം വന്ദേമാതരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നതിലെ വിയോജിപ്പുകൾക്ക് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ വന്ദേമാതരത്തിൽ 6 ചരണങ്ങളാണുള്ളത്. ഇതിലെ ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും പിന്നീട് ഭരണഘടനാ ശില്പികളും ദേശഭക്തിഗാനമായി സ്വീകരിച്ചത്. കാരണം ശേഷിക്കുന്ന ചരണങ്ങളിൽ ചില പ്രത്യേക ദൈവസങ്കല്പങ്ങളെയും മതപരമായ പ്രതീകങ്ങളെയും മാതൃഭൂമിയുമായി കൂട്ടിക്കെട്ടുന്നു. ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ഒരു മതേതര രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാവണം ദേശീയ പ്രതീകങ്ങൾ എന്നതുകൊണ്ടാണ് ആദ്യ 2 ചരണങ്ങളിൽ മാത്രമായി അത് പരിമിതപ്പെടുത്തിയത്. അതിനെ മറികടന്ന് മുഴുവൻ വന്ദേമാതരവും നിർബന്ധമാക്കാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് BJP കേന്ദ്ര സർക്കാർ വലിയ നിയമപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 71 ദേശീയ ബഹുമതികളോടുള്ള അപമാന തടയ നിയമത്തിൽ ഭേദഗതി വരുത്തി വന്ദേമാതരത്തിനും ദേശീയഗാനത്തിലും തുല്യമായ പരിരക്ഷ നൽകാൻ BJP സർക്കാർ നിയമനിർമ്മാണം നടത്തി. ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ജനഗണമനയ്ക്ക് മുൻപ് വന്ദേമാതരത്തിൻ്റെ 6 ചരണങ്ങളും ഏകദേശം 3 മിനിറ്റ് 10 സെക്കൻഡ് നിർബന്ധമായും ആലപിക്കണമെന്നും ഗാനം ആലാപനം ചെയ്യുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും മന്ത്രാലയം ഉത്തരവിറക്കി. ഇത് തടസ്സപ്പെടുത്തുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന കർശന നിയമമാണ് നടപ്പിലാക്കിയത്. എന്നാൽ കേന്ദ്ര നിയമങ്ങളുടെ മറവിൽ പ്രാദേശിക ഭരണകൂടങ്ങളിലും പൊതുവേദികളിലും അടിച്ചേൽപ്പിക്കൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കിയ BJPക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. വർഗീയ അജണ്ടകളെ ചെറുത്ത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് കേരളം BJPക്ക് മുന്നിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന ആ രംഗങ്ങൾ നമുക്ക് കാണാം. ജനഗണമന അധിനായക ജയ പഞ്ചാബ് സിംഗ്
पुण्य शब्द